Hey guys, ഞാൻ അനന്തു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സിൻ്റെ ഡീറ്റെയിലിങ്ങും ഷെയ്ഡിങ്ങും കാര്യങ്ങളെല്ലാം. ഇതിക്ക് മുന്നത്തെ വീഡിയോ ഐസ് അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഷെയ്ഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്തത് സ്കിന്നിൻ്റെ ടോൺസും ഷെയ്ഡ്സും അതേപോലെ നോസിൻ്റെ ഷെയ്ഡ്സും ഹൈലൈറ്റും അതെല്ലാമായിരുന്നു. ഇതിപ്പോൾ ലിപ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണുക. അതിൻ്റെ ലിങ്ക്, ആ രണ്ട് വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ റെഫർ ചെയ്യുന്ന പിക്ചർ ഇപ്പോൾ കളർ ഇമേജ് ആണെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറ് പൊതുവെ. എനിക്കിടുന്ന റെഫറൻസ് പിക്ചറിൻ്റെ ഞാനതിൻ്റെ കളർ മാറ്റിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങിൻ്റെ കാര്യങ്ങൾക്കിടയിൽ നമുക്കത് നോക്കി തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റെഫർ ചെയ്യണ പിക്ചറിൻ്റെ ക്വാളിറ്റിയും. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പിക്ചറുകൾ സെലക്ട് ചെയ്യുക, ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് പേപ്പറിൻ്റെ ക്വാളിറ്റി. പേപ്പറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള പേപ്പർസ് സൈഡ് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ബ്ലെൻഡിങ്ങും കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല വൃത്തിയിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ എനിക്കിതിപ്പോൾ കിട്ടിയത്, എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ അത്ര നല്ല ക്വാളിറ്റിയുള്ള പേപ്പറെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് തന്നെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് വളരെ ഈസി ആയിരിക്കുള്ളൂ. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എടുക്കണം, നല്ലോണം ടൈം. നമ്മൾ എന്തോരം ടൈം അതിനു വേണ്ടി ചിലവഴിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ ബെറ്ററായിട്ട് നല്ല പെർഫെക്ഷനിൽ പിക്ചർ നമുക്ക് അതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഏകദേശം നല്ല സമയം എടുത്തു ഇത് വരച്ചത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം സമയം എടുത്തു, ഇത്തിരി ഓവറായിട്ട് ടൈം എടുത്തില്ല, എങ്കിലും ടൈം എടുത്തു. ഞാനിപ്പോൾ മുകളിലത്തെ ലിപ്സിൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടാണ് അടിയിൽ ലിപ്സിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിപ്പോവും. എല്ലായിടത്തും ഒരേപോലെ ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഔട്ട്ലൈൻസ് ക്ലിയർ ആയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻസ് ക്ലിയർ ആവണ വിധത്തിൽ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. പിന്നെന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യണം പിക്ചറിൻ്റെ 80% നമ്മൾ വരയിൽ വന്നു കഴിഞ്ഞു, നമ്മൾ വരച്ച പിക്ചർ സക്സസ് ആണ്. പിന്നെ നമ്മൾ വരച്ച പിക്ചർ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്തൊക്കെയാലും കിട്ടും. 80% വന്നാൽ മതി. 100% വന്നെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്ത് തനിയെ വന്നോളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 80% മിനിമം ആക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി ഇനിയും കൂട്ടാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽസോ മാത്രം യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ പല മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാക്കോൾസ്, അതേപോലെ തന്നെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ, അതേപോലെ കളർ പെൻസിൽസ്, അങ്ങനെയുള്ള മീഡിയങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പലതരത്തിലുള്ള പെൻസിൽസും മീഡിയംസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്ത് ഞാൻ പല്ലിന് ലൈറ്റായിട്ട് ഷാഡോ കൊടുത്തു. ഈ സൈഡിലുള്ള പല്ലുകളും അതേപോലെ നമുക്ക് ലൈറ്റായിട്ട് ഷാഡോ കൊടുക്കണം. ലൈറ്റിങ് അനുസരിച്ച് വേണം ഷാഡോയും ഷെയ്ഡും വരേണ്ടത്. കൂടുതലും ആൾക്കാരും പോർട്രേറ്റ് ഇമേജ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെൻസിൽസ് മാത്രം യൂസ് ചെയ്യുള്ളൂ, ഗ്രാഫൈറ്റ് പെൻസിൽസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതൊന്നും യൂസ് ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്യിക്കാണ്ട് ചുമ്മാ ഷെയ്ഡ് ചെയ്ത് വെറുതെ ഷെയ്ഡ് ചെയ്ത് ചെയ്യുന്ന രീതിയാണ് പലരും ഞാൻ കണ്ടേക്കണത്. ഞാനും കുറേ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ബ്ലെൻഡിങ് രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം എനിക്കത് തോന്നി തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ അങ്ങനെ ബ്ലെൻഡിങ്ങും റിയലിസ്റ്റിക് പോർട്രേറ്റും വരയ്ക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണ പെൻസിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ചീപ്പ് റേറ്റിൽ
കിട്ടുന്ന നല്ല രീതിയിലുള്ളൊരു പെൻസിലാണ് ആർട്ട്ലൈൻ്റെ പെൻസിൽസ്, ഗ്രാഫൈറ്റ് പെൻസിൽസ്. പിന്നെ അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പെൻസിലും കൂടിയാണ് ക്യാമലിൻ്റെ ടിപ്പ് പെൻസിൽ, ലെഡ് പെൻസിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ പെൻസിൽ എന്ന് പറയുന്നത്. കാരണം എൻ്റെ ബാക്ക് സൈഡിലെ റൈസർ വെച്ചിട്ടാണ് ഹൈലൈറ്റും കാര്യങ്ങളും ഞാൻ കൊടുക്കുക. എലാസ്റ്റോമോ റൈസർ വെച്ചിട്ടാണ് എല്ലാവരും പൊതുവേ കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. എലാസ്റ്റോമോ റൈസറാണോ ബെറ്റർ അല്ലെങ്കിൽ നല്ലത്, ഞാനിപ്പോൾ യൂസ് ചെയ്യണ പോലെ ഈ ഒരു റൈസറാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മറ്റേ എലാസ്റ്റോമോ റൈസർ തന്നെയാണെന്ന് പറയുള്ളൂ. കാരണം അത് ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു അതിനകത്ത് പറയാണ് അതാ ബെറ്റർ, സൂപ്പർ. അപ്പോൾ വരയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വരച്ച് നോക്കുക. നിങ്ങളുടെ പഴയ മെത്തേഡ് മാറ്റി വെച്ചിട്ട്, അതായത് പെൻസിൽ വെച്ചിട്ട് ചുമ്മാ ഷെയ്ഡ് ചെയ്ത് അത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നല്ലൊരു ഭംഗിയിലാണ് നിങ്ങൾക്ക് ആ സാധനം വരച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര വലിയ പണിയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ സാധാ മോളിൽ ഷെയ്ഡിങ്ങാണ് നിങ്ങൾക്ക് സാധാ മോളിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതേപോലെ തന്നെ അതിനുവേണ്ടി ഒത്തിരി മെനക്കെട്ട് നമ്മൾ സമയം കളയും അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. പല ജോലി ചെയ്യുന്നവരും ഈ വരയ്ക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വരച്ച് തീർക്കാണ്ട് നമുക്ക് ദിവസങ്ങളായിട്ട് വരച്ച് തീർക്കാം. നിങ്ങൾക്ക് ടൈം കിട്ടും ഇരുന്നാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കും. അത് ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് വരച്ച് തീർക്കാം. അത് 1-2 പ്രാവശ്യം വരച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്കധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങൾക്ക് മുന്നിലും വരും. ഇതിൻ്റെ ഇനി ഒരു പാർട്ടും കൂടി വരുന്നുണ്ട്, ഫിനിഷിങ്, ഹെയറും ഫിനിഷിങ്ങും അതായിട്ടൊരു പാർട്ടും കൂടി ഞാൻ എന്തൊക്കെയായാലും വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, ബൈ ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.